മാരാമൺ കൺവെൻഷന് നീൽ ആംസ്ട്രോങ് ഗഗനചാരിയായ ആ പ്രിയ ബഹുമാന്യനായ ശാസ്ത്രജ്ഞൻ മാരാമൺ കൺവെൻഷന് വന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുവാനായി വേദിയിലേക്ക് കയറിയപ്പോൾ താൻ കൊണ്ടുവന്ന ചില കല്ലുകളെടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, ഈ കല്ലുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഇതൊരു അത്ഭുതമാണ്. ഈ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഞാൻ പോയി അവിടെ നിന്നും ശേഖരിച്ച കല്ലുകളാണിത്. അത് അത്ഭുതമല്ലേ എന്ന് ജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു. ജനങ്ങൾ പറഞ്ഞു, അത്ഭുതമാണ്, അത് അത്ഭുതമാണ്. അവരെല്ലാവരും ഒരുമിച്ച് സമ്മതിച്ചു. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇതൊരു അത്ഭുതമാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ആളുകൾ വളരെ ജിജ്ഞാസയോടെ കാതോർത്തിരുന്നു. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, 2000 വർഷങ്ങൾക്കപ്പുറം ഈ സർവ്വചരാചരങ്ങളെയും സർവ്വപ്രപഞ്ചത്തെയും സർവ്വഗ്രഹങ്ങളെയും താരാപംക്തികളെയും സൃഷ്ടിച്ച മഹാദൈവം ഒരു മനുഷ്യനായി ഭൂമിയിൽ 2 കാലുകളിൽ നടന്നു. ലോകത്തിന്റെ നടുവിൽ പാലസ്തീനിൽ 35 വർഷം കർത്താവ് യേശു ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അത്ഭുതം. ശരിയാണ്, ലോകം അത്ഭുതങ്ങളെ തേടുന്ന ലോകമാണ്. ലോകത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യമാണ്. സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിനോടും ഈ ലോകം ചോദിച്ചത്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കേണ്ടതിന് ഒരടയാളം കാണിക്കണമെന്നാണ് അവരാവശ്യപ്പെട്ടത്, ഒരു അത്ഭുതമാണ്. എന്നാൽ സർവശക്തനായ ദൈവം പുത്രനായി മനുഷ്യനായി അവരുടെ നടുവിൽ നിന്നത് അവരറിഞ്ഞില്ല. അവരുടെ ഗുരുക്കന്മാർക്ക് അത് മറവായിരുന്നു. തിരുവെഴുത്തുകൾ ഇഴകീറി പഠിച്ച റബ്ബിമാർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയില്ല. അവര് ദൈവത്തിന്റെ പുത്രനായ, ദൈവത്തിന്റെ വചനം ജഡം ധരിച്ചവനായി മനുഷ്യനായി ഭൂമിയിൽ അവരുടെ നടുവിൽ അവരുടെ മശിഹായായി നിന്നത് അവരറിഞ്ഞില്ല. അവരവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ഞങ്ങൾക്കിവനെ വേണ്ട എന്ന് പറഞ്ഞു. അവന്റെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവനെ പല പ്രാവശ്യമായി ഒടുക്കിക്കളയുവാൻ അവർ തീരുമാനിച്ചു. ഒടുവിൽ കള്ളസാക്ഷികളെ നിരത്തി നിർത്തി പീലാത്തോസിന്റെ മുന്നിൽ ഞങ്ങൾക്കിവനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു. അവരുടെ എല്ലാ അപരാധങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവരുടെ തന്നെ ഒരു റബ്ബിയായിരുന്ന വിശുദ്ധ ശൗൽ പൗലോസ്ലീഹ താൻ രേഖപ്പെടുത്തി, അവരറിഞ്ഞില്ല. തേജസ്സിന്റെ കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. അവരവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. അവർ അവനെ അറിഞ്ഞിരുന്നെങ്കിൽ അവരിത് ചെയ്യുമായിരുന്നില്ല. ഇസ്രായേൽ ജനം, യഹൂദാ ജനം യേശുവിനെ തള്ളിക്കളഞ്ഞു. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവനെ വേണ്ട എന്ന പീലാത്തോസിന്റെ മുന്നിൽ വംശീയപരമായി അവർ യേശുവിനെ അവരുടെ മിശിഹായെ ഉപേക്ഷിച്ചപ്പോൾ ആ രക്ഷ നമ്മിലേക്ക് വന്നു. ജാതികളായിരുന്ന, ലോകത്തിന്റെ കോണുകളിൽ പാർക്കുവാൻ വിധിക്കപ്പെട്ട, പാപത്തിന്റെ അഴുക്ക് ചാലുകളിൽ വീണ് അയ്യം വിളിച്ചിരുന്ന നമ്മെ ആ രക്ഷ തേടിയെത്തി. ആ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ ഞങ്ങൾക്കിവനെ വേണ്ട, ബറബ്ബാസിനെ മതിയെന്ന് പറഞ്ഞ് അവർ യേശുവിനെ ഉപേക്ഷിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ആ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ ജനമായി തീരുവാൻ, ദൈവത്തിന്റെ വിശുദ്ധ സഭയായി മാറുവാൻ, ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമായി തീരുവാൻ ദൈവം നമുക്ക് അധികാരം നൽകി. നാം ഇനി ദൈവത്തിന്റെ പ്രിയമക്കളാണ്, ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ കാന്തയാണ്, ദൈവത്തിന്റെ പുത്രന്റെ മണവാട്ടിയാണ്. നാം അവന്റെ ജനമാണ്. ആ ഭാഗ്യം എനിക്കും കിട്ടി. ഒരു ഇസ്ലാമിക മതത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക്
യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. യാതൊരു നന്മയും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാനൊരു വലിയ ഉഴപ്പനായിരുന്നു, ഒരു കുറ്റവാളിയായിരുന്നു, ഒരു കുലിത്തല്ലുകാരനായിരുന്നു. അനേക നിലകളിൽ ഞാൻ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയവനാണ്. ഒടുവിൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിരാശ അനുഭവിച്ച് മരണമനുഭവിക്കുവാൻ, മരിക്കുവാൻ, ആത്മഹത്യ ചെയ്യുവാൻ റെയിൽവേ പാളത്തിൽ കിടന്ന എന്നെ ദൈവം പേർ ചൊല്ലി വിളിച്ച് ദൈവത്തിന്റെ മകനാക്കി, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലാക്കി എന്നെ മാറ്റി. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തിൽ കൊടുംകുറ്റവാളിയായി, ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളിലും തകർച്ച അനുഭവപ്പെട്ടവനായി, ഒരു വലിയ പേടിസ്വപ്നമായി ജീവിച്ചിരുന്ന എന്നെ ക്രിസ്തുവിന്റെ പുത്രനാക്കി, ദൈവത്തിന്റെ മകനാക്കി, രാജകീയ പുരോഹിത വർഗമാക്കി, കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ, കർത്താവിന്റെ സുവിശേഷ വേലയിൽ അധ്വാനിക്കുവാൻ ദൈവമാക്കി വെച്ച കൃപയെ ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. തെരുവോരങ്ങളിൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. തെരുവോരങ്ങളിൽ ഭക്ഷണം മാനസിക രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അവർക്ക് എന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ചെറുപ്പക്കാർ ഒരുമിച്ച് തെരുവുകളിൽ ഈ മഴയത്ത് യേശുവിന്റെ സാക്ഷിയാകുകയാണ്. തെരുവുകൾക്ക് യേശുവിന്റെ സ്നേഹം ആവശ്യമുണ്ട്. തെരുവുകൾക്ക് കർത്താവിന്റെ കരുതൽ ആവശ്യമുണ്ട്. ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന, മാനസികമായി തകർന്നവർക്ക്, തെരുവിലെ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഒപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ തകർന്ന മനസ്സുകളോട് സുവിശേഷം പറയുന്നു. അനേകര് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ കർത്താവായ യേശു, സിയാദ് മുഹമ്മദ് ഇബ്രാഹിമിനെ രക്ഷിച്ച കർത്താവായ യേശു തീർച്ചയായും നിങ്ങളെ രക്ഷിക്കും. യേശുവിനെ രക്ഷിതാവായി, കർത്താവായി, ദൈവമായി അംഗീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ, വീണ്ടും ജനിക്കുവാൻ, ദൈവത്തിന്റെ മകനായി, മകളായി തീരുവാൻ, ഭയാനകമായ ശിക്ഷാവധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ, സമാധാനം അനുഭവിക്കുവാൻ, കൃപ അനുഭവിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നല്ല പ്രഭാതത്തിനായി സ്തോത്രം. സുവിശേഷ യാത്രയുടെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ ഓർക്കണം, കരുതണം, സഹായിക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.